നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുമ്പോൾ CPM മറ്റൊരു പരീക്ഷണത്തിന് ഒരുങ്ങുന്നതായാണ് അണിയറ സംസാരം. മുഖ്യമന്ത്രി പിണറായി വിജയന് പകരം KK ശൈലജയെ മുൻനിർത്തി യുദ്ധം നയിക്കാനാണ് നിലവിൽ CPMന്റെ തീരുമാനമെന്നാണ് പാർട്ടി നേതാക്കന്മാരിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യധാരാ വിഷയങ്ങളിൽ ശൈലജ ടീച്ചറുടെ പ്രതികരണം ഇപ്പോൾ മാധ്യമങ്ങളിൽ വരികയാണ്. പല വിഷയങ്ങളിലും സീനിയർ നേതാക്കന്മാർക്ക് പകരം KK ശൈലജയാണ് പ്രതികരണങ്ങൾ നൽകുന്നത്. ഇത് കൃത്യമായ പ്ലാനിന്റെയും ലക്ഷ്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പിണറായി വിജയനെ മുൻനിർത്തി നേരിട്ടാൽ അതിദയനീയ പരാജയമായിരിക്കും ഉണ്ടാകാൻ പോകുന്നതെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് KK ശൈലജയെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന പ്രചരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ CPM തീരുമാനിച്ചത്. കേരളത്തിന്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രി എന്നതായിരിക്കും CPMന്റെ അടുത്ത തെരഞ്ഞെടുപ്പിലെ ടാഗ് ലൈൻ എന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം. എന്തായാലും KK ശൈലജ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ പോരാട്ടം കനക്കുമെന്ന് ഒരു വിഭാഗം CPM നേതാക്കന്മാർ വിശ്വസിക്കുന്നു. എന്നാൽ നമുക്ക് ഓർമ്മയുള്ള ഒരു കാര്യമുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു കാലത്ത് CPMന്റെ കോട്ട കൊത്തളമായിരുന്ന വടകര ലോക്സഭാ മണ്ഡലം. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ആദർശ രാഷ്ട്രീയത്തിന്റെ അമരക്കാനായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന് അതികായകനായ രാഷ്ട്രീയ നേതാവിനെ വടകര എന്ന ചെങ്കോട്ട പൊളിക്കാൻ കോൺഗ്രസ് രംഗത്തിറക്കുകയാണ്. ആ വടകര എന്ന ചെങ്കോട്ട തച്ചു തകർത്തു എന്ന് മാത്രമല്ല, പിന്നീട് ഇങ്ങോട്ട് ഒരു തെരഞ്ഞെടുപ്പിലും CPMന് വടകരയുടെ മണ്ണിൽ നിലം തൊടാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര എന്ന കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പൊന്നാവരം കോട്ട തച്ചുടയ്ക്കാൻ KK ശൈലജയെ CPM രംഗത്തിറക്കിയത്. എന്നാൽ കരിമ്പനകളുടെ നാട്ടിൽ നിന്ന് ഷാഫി പറമ്പിൽ എന്ന യുവ പോരാളിയെ വടകരയിലേക്ക് കൊണ്ടുവന്ന കോൺഗ്രസ് നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്കിന് മുമ്പിൽ പതറിയ CPM 1,40,000-ഓളം വോട്ടുകൾക്കാണ് KK ശൈലജ എന്ന് പറയുന്ന ഊതി വീർപ്പിച്ച CPMന്റെ ബലൂൺ വടകരയുടെ മണ്ണിൽ പൊട്ടിത്തകർന്നത്. അതേ തന്ത്രമാണ് ഇത്തവണ CPM വീണ്ടും പയറ്റാൻ പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KK ശൈലജയെ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് നേരിട്ടാൽ വീണ്ടും ഒരു മൂന്നാം തവണയും അധികാരത്തിൽ വരാൻ കഴിയുമെന്ന് ആരെങ്കിലും CPM നേതാക്കന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞു തന്ന ആളുകൾ നിങ്ങളെ ചതിക്കുകയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. എന്തായാലും KK ശൈലജയെ മുൻനിർത്തിക്കൊണ്ടുള്ള പോരാട്ടം വിജയം കാണുമോ? എന്താണ് CPM ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്? ആരാണ് ഇതിന്റെ പിന്നിൽ? KK ശൈലജയെ രംഗത്തിറക്കിയത് പിണറായി വിജയനെതിരായ വികാരം മറച്ചു വെക്കാനാണോ? വിശദമായി പരിശോധിക്കാം. PS സൗപർണികയാണ് കൂടെയുള്ളത്. CPM ഇപ്പോൾ ശൈലജ ടീച്ചറെ മുൻനിർത്തി ഒരു യുദ്ധം ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല വിഷയങ്ങളിലും ശൈലജ ടീച്ചറാണ് പ്രതികരണങ്ങളുമായി അടക്കം രംഗത്ത് വരുന്നത്. മുതിർന്ന നേതാക്കന്മാർ അടക്കം പിന്നോട്ട് മാറിയെന്ന് ശൈലജ ടീച്ചറെ മുന്നിൽ നിർത്തി അതായത് ഒരു ഫുട്ബോൾ മത്സരം നടക്കുമ്പോൾ അതിന്റെ ഫോർവേഡ് പ്ലെയറായി ഏറ്റവും മികച്ച കളിക്കാരെയാണ് രംഗത്തിറക്കുക. അതുപോലെ ശൈലജ ടീച്ചറെ രംഗത്തിറക്കി ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിന് ഇതാ വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് വോട്ട് തേടാനുള്ള പ്ലാനാണോ CPM നടത്തുന്നത്? നേരത്തെ KR ഗൗരിയമ്മയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാണിച്ച് CPM ഒരു നാടകം നടത്തിയിരുന്നു. അന്ന് CPM വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട്, കേരം തിങ്ങും കേരള നാട് KR ഗൗരി ഭരിക്കട്ടെ. അതേ രൂപത്തിൽ അന്ന് KR ഗൗരിയെ മുൻനിർത്തി അധികാരത്തിലേറെ CPM പിന്നീട് അവരെ മുഖ്യമന്ത്രി ആക്കിയിട്ടില്ല എന്നതും ഒരു ചരിത്രമാണ്. അതേ രൂപത്തിൽ ഇപ്പോൾ KK ശൈലജയെ മുൻനിർത്തിക്കൊണ്ട് CPM നടത്തുന്ന രാഷ്ട്രീയ നാടകമാണോ ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്? അതോ CPM ഇതിന്റെ പിന്നിലൂടെ ലക്ഷ്യം വെക്കുന്ന എന്താണ്? പിണറായി വിജയൻ സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരായ ജനവികാരം മറയ്ക്കാനുള്ള CPMന്റെ നീക്കമല്ലേ ഇതിലൂടെ CPM ആവിഷ്കരിച്ചിട്ടുള്ളത്? തീർച്ചയായും ഇതിനു മുന്നേ തന്നെ നമുക്കറിയാമായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ പോകുന്ന പേര് KK ശൈലജയുടേതാണെന്നുള്ളത്. കാര്യം ഈ പറയുന്ന പോലെ കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വനിതകൾക്കൊക്കെ ഒരു താല്പര്യം വരും. അത്തരത്തിൽ വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെക്കാം, അല്ലെങ്കിൽ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാം എന്നുള്ള തലത്തിലേക്കാണ് ഇത് മാറുന്നത്. ഇവിടെ രണ്ട് ചോദ്യമാണുള്ളത്. ഒന്ന്, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പരാജയമാണെന്ന് CPM അംഗീകരിക്കുന്നുണ്ടോ? അതിന്റെ അടിസ്ഥാനത്തിലാണോ പുതിയ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ KK ശൈലജ ഉയർത്തിക്കാട്ടുന്ന ഒരു ചോദ്യമുണ്ട്. രണ്ട് എന്ന് പറയുന്നത്, ഈ KK ശൈലജ ഉയർത്തിക്കാട്ടി ഇവർ അധികാരത്തിൽ വന്നാൽ, മൂന്നാം പ്രാവശ്യവും അധികാരത്തിൽ വന്നാൽ KK ശൈലജയെ മുഖ്യമന്ത്രിയാക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. കാര്യം ചേട്ടൻ ആദ്യം പറഞ്ഞ പോലെ പണ്ട് KR ഗൗരിയമ്മയെ മുൻനിർത്തി വിജയിച്ചു കഴിഞ്ഞപ്പോൾ KR ഗൗരിയമ്മയെ മുഖ്യമന്ത്രി ആക്കിയിട്ടില്ല. അതേ ചരിത്രമാണ് വിജയിച്ചാൽ ആവർത്തിക്കാൻ പോകുന്നത്. KK ശൈലജ ഒരിക്കലും മുഖ്യമന്ത്രിവരാക്കില്ല. കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും KK ശൈലജയുടെ പേര് ഉയർന്നു നിൽക്കും. അവരെ മന്ത്രിസഭയിൽ പോലും എടുത്തിട്ടില്ല. ഈ പറയുന്ന ഇവർ തന്നെയാണ് പറഞ്ഞത്, ആരോഗ്യ രംഗത്ത് ഇത്രയും മികച്ചതാക്കി ഞങ്ങൾ ടീച്ചറമ്മ എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ PR വർക്ക് കൊടുത്തത് CPM ആണ്. ആ CPM രണ്ടാമത് അധികാരത്തിൽ വരുമ്പോൾ ഒരു മന്ത്രിസ്ഥാനം പോലും നൽകാതെയാണ് ഇവരെ ഒഴിവാക്കിയത്. പിന്നെ ഈ പറയുന്ന പോലെ KK ശൈലജയെ വടകര മത്സരിക്കാൻ കൊണ്ടുവന്നത് ഞാൻ മനസ്സിലാക്കിയത് ഏത് വിധേനയും ശൈലജയെ ഒതുക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് വടകര മത്സരിപ്പിക്കുന്നത്. വടകര ഏതെങ്കിലും തരത്തിൽ വിജയിച്ചാൽ എന്താണ് MP എന്ന നിലയിൽ അവർ കേരളത്തിൽ അധികം സജീവമായി ഉണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ ശല്യം തീരുമെന്ന തലത്തിലായിരുന്നു ഒരു രീതി. രണ്ട്, പരാജയപ്പെട്ടാൽ ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ KK ശൈലജ ഒരു
സ്റ്റാർ അല്ല എന്ന് വരുത്തി തീർക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് അന്ന് CPM വടകരയിൽ KK ശൈലജയെ മത്സരിപ്പിക്കുന്നത്. ഈ പറയുന്ന പോലെ ഭരണവിരുദ്ധ വികാരമില്ല, പിണറായി വിജയനോട് ആർക്കും ഈ പറയുന്ന പോലെ ഒരു തരത്തിലുള്ള പ്രശ്നവും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ജനങ്ങൾക്കെല്ലാം ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റൊരു മുഖ്യമന്ത്രിയെ സ്ഥാനാർത്ഥി എന്തിനു ഉയർത്തിക്കാട്ടുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഈ പറഞ്ഞ ഇത് വെറും രാഷ്ട്രീയ ഗിമ്മിക്കാണ്. വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെച്ച് ഒരു സ്ത്രീ മുഖ്യമന്ത്രി ഉണ്ടാവുകയാണെങ്കിൽ ഒരു മാറ്റം വരും, അല്ലെങ്കിൽ CPM സ്ത്രീകളെ ഉയർത്തിക്കാട്ടുമ്പോൾ അതൊരു മാറ്റം വരുമെന്ന് നമ്മൾ ചിന്തിക്കും. അത് സ്വാഭാവികമാണ്. ഈ പറയുന്ന പോലെ പുരുഷന്മാർ മുഖ്യമന്ത്രിമാർ വേണ്ട, അല്ലെങ്കിൽ ഒരു സ്ത്രീ വരട്ടെ എന്ന് ചിന്തിച്ച് വോട്ട് ബാങ്കുകൾ ലക്ഷ്യം വെക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഉറപ്പിച്ചു പറയാം, മൂന്നാമത് അധികാരത്തിൽ വരില്ല. വന്നാൽ തന്നെ KK ശൈലജ ഇവർ മുഖ്യമന്ത്രിയാക്കില്ല, അതിൽ യാതൊരു സംശയവുമില്ല. പണ്ട് KR ഗൗരിയമ്മയെ വെട്ടിയ പാർട്ടിയാണ്, അതുകൊണ്ട് KK ശൈലജയെ മുഖ്യമന്ത്രിയാക്കില്ല. ഇത് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു ബുദ്ധിയാണ്. ഇത് എന്താണ് ഈ പറയുന്ന പോലെ ഭരണവിരുദ്ധ വികാരമുണ്ട്. ഇതൊക്കെ പാർട്ടി നേരത്തെ തീരുമാനിച്ച് ഉദ്ദേശിച്ച് നടത്തുന്ന പ്ലാനാണ്. ഏതെങ്കിലും തരത്തിൽ വിജയിച്ചാൽ അവർക്ക് മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടാകും. ഇവർക്ക് ഇനി പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നിൽ നിർത്തി ഒരിക്കലും ജയിക്കാനാകില്ല. അല്ലെങ്കിൽ അത്രത്തോളം വിരുദ്ധ വികാരത്തിനപ്പുറം പിണറായി വിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ട് എന്ന് CPM തിരിച്ചറിഞ്ഞു എന്നതിൽ സന്തോഷം തോന്നുന്നുണ്ട്. കാര്യം നാഴികയ്ക്ക് 40 വട്ടം പറയുന്നുണ്ട് ഭരണവിരുദ്ധ വികാരമില്ല, പിണറായി വിജയനോട് എന്താണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് സ്നേഹവും ബഹുമാനവുമാണെന്ന് പറയുമ്പോൾ അതല്ല, CPM-ന് മനസ്സിലായിട്ടുണ്ട് പിണറായി വിജയനുമായി പോയി കഴിഞ്ഞാൽ ഈ കപ്പൽ ആടി ഉലയുകയല്ല, ഈ കപ്പൽ മൊത്തത്തിൽ മുങ്ങിപ്പോകും എന്നുള്ള ഉറപ്പിന്റെ പേരിലാണ് KK ശൈലജയുടെ പേര് പരാമർശം, അല്ലെങ്കിൽ KK ശൈലജയെ മുൻനിർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. പക്ഷെ അത് കേരളത്തിലെ പൊതുസമൂഹത്തോട് ചെന്ന് മറ്റൊരു ചതിയായിരിക്കും. തീർച്ചയായും അഴിമതിക്ക് താരാട്ട് പാടുന്ന കാരാട്ടും അഴിമതിക്ക് കച്ചേരി നടത്തുന്ന MA ബേബിയും നടത്തുന്ന CPM-ന്റെ ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നമുക്ക് കണ്ടറിയണം. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. ആ പോളിറ്റ് ബ്യൂറോ മെമ്പറായ മുഖ്യമന്ത്രിയായ വ്യക്തി, സീനിയർ നേതാവ്, ആ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി CPM ഉയർത്തിക്കാണിക്കുമെന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാണ് CPM-ന്റെ നേതാക്കന്മാരിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. അവിടെയാണ് മട്ടന്നൂരിൽ കഴിഞ്ഞ തവണ 60,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് KK ശൈലജ ജയിക്കുന്നത്. അവിടെ RSP ആയിരുന്നു മത്സരിച്ചത്. RSPക്ക് സംഘടനാപരമായി ഒരു ശേഷിയുമില്ലാത്ത സ്ഥലത്ത് RSP UDF-ന്റെ അഭിപ്രായം മാനിച്ച് അവർ മത്സരിച്ചു, അവർ പരാജയപ്പെട്ടു. ആ മട്ടന്നൂരിൽ നിന്ന് ജയിച്ച് MLA ആയ ശൈലജ ടീച്ചർ ഇപ്പോഴും MLA ആയി തുടരുകയാണ്. ആ ശൈലജ ടീച്ചറെ KK ശൈലജയെ മുൻനിർത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്നൊരു ബോധം കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ പകർന്നു നൽകാനാണ് CPM ശ്രമിക്കുന്നത്. പക്ഷേ KK ശൈലജ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാണിച്ചാൽ കേരളത്തിലെ സ്ത്രീ വോട്ടുകൾ എൻ ബ്ലോക്കായി തങ്ങൾക്ക് ലഭിക്കുമോ എന്നൊരു പരീക്ഷണമാണ് CPM ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും ഈ പരീക്ഷണത്തിന് ഏത് തരത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ മറുപടി നൽകുക എന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തിരിക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം കേരളത്തിന്റെ മണ്ണ് ആ ഒരു പ്രത്യേകതരം മണ്ണാണ്. ഉത്തരേന്ത്യയിലെല്ലാം കാണുന്നത് പോലെ ഏത് രൂപത്തിലാണ് അവർ ഒരു സ്ഥാനാർത്ഥിയെ ഏറ്റെടുക്കുന്നത് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത ഒരു മണ്ണാണ്. അതുകൊണ്ട് കേരളത്തിലെ ആ ജനങ്ങൾ KK ശൈലജയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇന്നും കേരളത്തിൽ ഉണ്ട് എന്ന കാര്യത്തിലൊന്നും തർക്കമില്ല. അതിനൊന്നും ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് സമർത്ഥിക്കാനും തയ്യാറല്ല. പക്ഷേ KK ശൈലജയെ പാർട്ടി ഒതുക്കാനുള്ള ഒരു നീക്കം നടക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. അതായത് നേരത്തെ 2006-ലെ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു കോൺഗ്രസിനെതിരായ ഭരണവിരുദ്ധ വികാരത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയായി VS അച്യുതാനന്ദൻ വരുമെന്ന ആയിരുന്നു ആദ്യഘട്ടത്തിൽ പലരുടെയും പ്രതീക്ഷ. എന്നാൽ പാർട്ടി VS-ന് സീറ്റ് നിഷേധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്നാൽ പാർട്ടിക്കെതിരെ വലിയ പ്രതിഷേധം തെരുവുകളിൽ അലയടിക്കുന്നു. അതിനെ തുടർന്ന് ഗത്യന്തരമില്ലാതെ VS-നെ സ്ഥാനാർത്ഥിയാക്കുകയും CPM ഭരണം പിടിക്കുകയും ചെയ്തു. എന്നാൽ 2011-ൽ ആ VS-ന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ ശക്തമായ തരത്തിൽ പാർട്ടിക്കകത്ത് നിന്ന് പടലപ്പണക്കങ്ങളും പാർട്ടിക്കകത്ത് നിന്ന് കുത്തലും ഉണ്ടായതിന്റെ ഭാഗമായി വീണ്ടും CPM തകർന്നു, കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു. എന്നാൽ 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഒരു ബിംബമായി ഉയർത്തിക്കാണിച്ചത് VS അച്യുതാനന്ദനെയാണ്. സാക്ഷാൽ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദനെ ഉയർത്തിക്കാണിച്ച തെരഞ്ഞെടുപ്പ് നേരിടുകയും ആ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടിയ ഇടതുമുന്നണി ധർമ്മടത്തു നിന്നും വിജയിച്ച പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കുകയും VS-നെ മാറ്റി നിർത്തുകയുമാണ് ചെയ്തത്. സമാനമായ തരത്തിലേക്ക് ഈ ശൈലജ ടീച്ചറെ ആണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉയർത്തിക്കാണിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പ് വിജയിക്കുകയാണെങ്കിൽ മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കാനുള്ള സാധ്യത കേരളത്തിലുണ്ട്. CPM-ന്റെ പതിവ് അത് തന്നെയാണ്. എന്തായാലും രാഷ്ട്രീയ കേരളം വലിയ രൂപത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. KK ശൈലജ CPM-കാർ തന്നെ പറയുന്നത് പോലെ കോവിഡ് കാലത്ത് കേരളത്തെ താങ്ങി നിർത്തിയ ആരോഗ്യമന്ത്രിയാണെന്ന് പറയുന്നു. അതിന്റെ പിന്നാമ്പുറ കഥകൾ എന്താണെന്നൊക്കെ ഇപ്പം കേരളത്തിന് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും KK ശൈലജയെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർത്തിക്കാണിച്ച്, അതായത് CPM-ന് കേരളത്തിലെ മാധ്യമങ്ങൾ അടക്കമുള്ളവരുടെ മുന്നിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു, KK ശൈലജയാണ് ഇടതുമുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, KK ശൈലജയെ മുൻനിർത്തിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതെന്ന് പറയാൻ
പാർട്ടി സെക്രട്ടറിക്ക് തന്റെ ഇടമുണ്ടോ? അങ്ങനെ പറയാൻ തന്റെ ഇടമുണ്ടെങ്കിൽ നമ്മൾ അംഗീകരിക്കും. കാരണം ഇവർ ആ ശൈലജയെ മുഖ്യമന്ത്രിയാക്കും, ഭരണം കിട്ടിയാൽ മറ്റൊരാളെ ആക്കില്ല. പക്ഷേ അത് പറയില്ല എന്ന് മാത്രമല്ല, അനൌദ്യോഗികമായി ഇവർ ഒരു ബിംബത്തെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിന് നേരിടും. ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കും. അതാണ് കേരളം കാണാൻ പോകുന്നത്.